بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാം ഖാദിരിയ്യ തരീഖത്തുകാരാണ്. ഖാദിരിയ്യ തരീഖത്തുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ജീവനായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയെ കുറിച്ച്, ഉപ്പാപ്പയുടെ അത്യുന്നതമായ സ്ഥാനത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കൽ, അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. കാരണം ഇടക്കിടക്ക് ഉപ്പാപ്പയുടെ അത്യുന്നതമായ സ്ഥാനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോഴാണ് നാം നിലകൊള്ളുന്ന വഴിയും നമ്മുടെ ഈ റൂട്ടിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ പോരിശയും ഇതിൻ്റെ പവിത്രതയുമെല്ലാം നാം തന്നെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ കവിതകൾ കോർത്തിണക്കിയ ദീവാനുൽ ജീലാനിയിൽ നിന്ന് ആണ് ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഗൗസുൽ ആദം ഉപ്പാപ്പ തന്നെ അവിടുത്തെ ഏറ്റവും ഉന്നതമായ മഖാമിനെക്കുറിച്ച്, മഖാമുകളെക്കുറിച്ച്, അതിലെ അവസ്ഥകളെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി വിശദീകരിച്ചു തരുന്നു. ദീവാനുൽ ജീലാനിയുടെ 105-ാമത്തെ പേജ് മുതലാണ് ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നളറതു ബിഐനിൽ ഫിക്രി ഫീ ഹാനി ഹദ്റതി ഹബീബൻ തജല്ലാലിൽ ഖുലൂബി ഫഹന്നതി. നളർത്തു ഞാൻ നോക്കി, ബിഐനിൽ ഫിക്രി ചിന്തയുടെ കണ്ണുകൊണ്ട് ഞാൻ നോക്കി. എവിടെ വെച്ചാണ് നോക്കിയത്? ഫീ ഹാനി ഹദ്റതി, എൻ്റെ പരിശുദ്ധമായ ഈ ഹദ്റത്തിൽ വെച്ച് ഞാൻ ചിന്തയുടെ കണ്ണുകൊണ്ട് നോക്കി, കണ്ടു. ആരെ കണ്ടു? ആരെ നോക്കി കണ്ടു? ഹബീബൻ, ഒരു ഹബീബിനെ നോക്കി കണ്ടു. തജല്ലാലിൽ ഖുലൂബി ഫഹന്നതി, ആ ഹബീബ് ഹൃദയങ്ങൾക്ക് വെളിപ്പെടുന്ന ഹബീബാണ്.
അഥവാ അള്ളാഹുവിനെ ഞാൻ നോക്കിക്കണ്ടു. ഞാനിരിക്കുന്ന മക്കാമിൽ തന്നെ, ഇവിടെ നിന്ന് തന്നെ ഞാൻ അള്ളാഹുവിനെ കണ്ടു. അള്ളാഹു എന്ത് ചെയ്തു? സഖാനി ബികഅസിൻ മിൻ മുദാമതി ഹുബ്ബിഹി ഫകാന മിനസ്സാഖി ഖുമാരി വസക്രതി. എൻ്റെ ഹബീബായ അള്ളാഹു സഖാനി എന്നെ കുടിപ്പിച്ചു. ബികഅസിൻ ഒരു കോപ്പയാണ് കുടിപ്പിച്ചത്. എന്തിൻ്റെ കോപ്പയാണ്? മിൻ മുദാമതി ഹുബ്ബിഹി, അള്ളാഹുവിനോടുള്ള നിത്യമായ സ്നേഹത്തിൻ്റെ ആ പാനീയമാണ് അള്ളാഹു എന്നെ കുടിപ്പിച്ചത്. ഫകാന മിനസ്സാഖി ഖുമാരി വസക്രതി. അങ്ങനെ എന്നെ കുടിപ്പിച്ചതായ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബാകുന്ന മസ്ത് അതെനിക്കുണ്ടായത്. അള്ളാഹു തന്നെയാണ് അള്ളാഹുവിനെ എനിക്ക് കുടിപ്പിച്ചത്. അള്ളാഹു തന്നെയാണ് അള്ളാഹു എന്ന ലഹരിയെ, അള്ളാഹു എന്ന മസ്തിനെ, അള്ളാഹുവിനെ എനിക്ക് തന്നത്. യുനാദി മുനി ഫീ കുല്ലി യൗമിൻ വലൈലതി വമാ സാല യർആനി ബിഐനിൽ മവദ്ദതി. യുനാദി മുനി ഫീ കുല്ലി യൗമിൻ വലൈലതി. പകലുകൾ മുഴുവൻ 24 മണിക്കൂറും അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ അള്ളാഹു എന്നെ നിലനിർത്തുന്നു. വമാ സാല യർആനി ബിഐനിൽ മവദ്ദതി. അള്ളാഹു സുബ്ഹാനഹു തആല സദാസമയവും എന്നെ സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു, പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഗൗസുൽ ആലം തങ്ങൾ പാപ്പ അവിടുത്തെ പരിശുദ്ധമായ അന്ത്യവിശ്രമ സ്ഥലത്തെക്കുറിച്ച് അവിടുന്ന് ഹയാത്തിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്. എന്ത്? ളരീഹിയ ബൈത്തുല്ലാഹി മൻ ജാഅ സാറഹു ബിഹർവലതി യുഹ്ലാ ബിഇസ്സിൻ വരിഫഅതി. ളരീഹിയ ബൈത്തുല്ലാഹ്, എൻ്റെ വിശ്രമസ്ഥലം, എൻ്റെ പരിശുദ്ധമായ മഖ്ബറത്തു ഷരീഫ, അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്, അള്ളാഹുവിൻ്റെ വീടാണ്, കഅബ ഷരീഫാണ്. ഏറ്റവും ഉന്നതമായ ഇടമാണ് ഞാൻ വിശ്രമിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ മൻ ജാഅ സാറഹു, ആരെങ്കിലും അവിടെ സിയാറത്തിന് വന്നാൽ, ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്താൽ, ബിഹർവലതി യുഹ്ലാ ബിഇസ്സിൻ വരിഫഅതി, വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്, എന്നെ സിയാറത്ത് ചെയ്യുന്ന വ്യക്തിക്ക് എല്ലാ ഉയർച്ചയും എല്ലാ അഭിമാനവും നൽകപ്പെടുന്നതാണ്. കാരണം എൻ്റെ വിശ്രമസ്ഥലം അത് അള്ളാഹുവിൻ്റെ ബൈത്താണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ്. വസിരി ബിസിരില്ലാഹി സാറാ ബിഖൽഖിഹി ഫലുസ് ബി ജനാബി ഇൻ അറദ്ത മവദ്ദതി. ഉപ്പാപ്പ സ്വന്തത്തെക്കുറിച്ച് അവിടുന്ന് തന്നെ വളരെ വിശദമായി വിശദീകരിച്ചു തരുന്നു. അതിൻ്റെ തുടക്കമാണ് ഈ പറഞ്ഞത്. എൻ്റെ വിശ്രമസ്ഥലം അത് അള്ളാഹുവിൻ്റെ ബൈത്താണ്, അള്ളാഹുവിൻ്റെ ബൈത്താണ് കഅബ ഷരീഫ്. എൻ്റെ വിശ്രമസ്ഥലം, ഞാൻ കിടക്കുന്നയിടം, അത് അള്ളാഹുവിൻ്റെ കഅബ ഷരീഫാണ്, അള്ളാഹുവിൻ്റെ വീടാണ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുന്നു, വസിരി ബിസിരില്ലാഹി, എൻ്റെ രഹസ്യം, ബിസിരില്ലാഹി, അള്ളാഹുവിൻ്റെ രഹസ്യത്തോടൊപ്പം, സാറാ ബിഖൽഖിഹി,
അവന്റെ സൃഷ്ടികളിൽ മുഴുവൻ സഞ്ചരിച്ചിരിക്കുന്നു. എന്റെ രഹസ്യം അള്ളാഹുവിന്റെ രഹസ്യത്തോടൊപ്പം അള്ളാഹുവിന്റെ സർവ സൃഷ്ടികളിലും സഞ്ചരിച്ചിരിക്കുന്നു. ഫലുദ് ബി ജനാബി ഇൻ അറദ്ത മവദ്ദതി, നീ എന്നെ ഇഷ്ടപ്പെടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്റെ പരിശുദ്ധമായ ഹളറത്തിൽ വന്ന് നീ അഭയം തേടുക. എന്നിട്ട് പാപ പറയുകയാണ്, വഅംദി ബിഅംദില്ലാഹി ഇൻ ഖുൽതു കുൻ യകുൻ വകുല്ലും ബിഅംദില്ലാഹി ഫഹ്കും ബിഖുദ്റതി. വഅംദി, എന്റെ കൽപ്പന അല്ലെങ്കിൽ എന്റെ കാര്യം, എന്റെ നിർദ്ദേശം, ബിഅംദില്ലാ, അത് അള്ളാഹുവിന്റെ കാര്യമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്റെ കാര്യം അള്ളാഹുവിന്റെ കാര്യമാണ്, എന്റെ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇൻ ഖുൽതു കുൻ യകുൻ, ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. കുൻ ഫയക്കൂൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെതായ രീതിയാണ്. അള്ളാഹു ഒരു വസ്തുവിനോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയക്കൂൻ, അള്ളാഹുവിന്റെ കാര്യം ഒരു വസ്തു ഉണ്ടാവാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടായി. അതാണ് അള്ളാഹുവിന്റെ കാര്യം. അതാണ് ഗൗസുല്ല നിങ്ങൾ പറഞ്ഞത്, എന്റെ കാര്യം അള്ളാഹുവിന്റെ കാര്യമാണ്, ഞാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നതാണ്, ആരും സംശയിക്കണ്ട. വകുല്ലും ബിഅംദില്ലാഹ്, എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഫഹ്കും ബിഖുദ്റതി, എന്റെ ഖുദ്റത്ത് കൊണ്ട് നീ ഉറച്ചു വിശ്വസിച്ചോ. അല്ലാഹു അക്ബർ, എന്റെ ഖുദ്റത്ത് കൊണ്ട് നീ ഉറപ്പിച്ചോ. എനിക്ക് അള്ളാഹു ഇത്രയും വലിയ കുൻ ഫയക്കൂൻ മഖാമ് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ നീ സംശയിക്കണ്ട. എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉണ്ടായതാണ്. എന്നിട്ട് പാപ പറയുന്നു, വഅസ്ബഹ്തു ബിൽ വാദിൽ മുഖദ്ദസി ജാലിസാ അലാ തൂരി സീനാ ഖദ് സമൗതു ബിഖൽഅതി. വഅസ്ബഹ്തു ബിൽ വാദിൽ മുഖദ്ദസി ജാലിസാ, ഞാൻ പരിശുദ്ധമായ താഴ്വരയിൽ ഇരിക്കുന്നവനായി. ഏതാണ് ആ പരിശുദ്ധമായ താഴ്വര? അലാ തൂരി സീനാ ഖദ് സമൗതു ബിഖൽഅതി, തൂരി സീനാ മലയില്ലേ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കാൻ പോയ ആ പർവ്വതം, ആ പർവ്വതത്തിലെ പരിശുദ്ധമായ താഴ്വരയിൽ വെച്ചുകൊണ്ടാണല്ലോ ആദ്യമായി അള്ളാഹുവിന്റെ വിളിയാളം കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്നത്. ആ വാദിയിൽ, ആ താഴ്വരയിൽ ഞാൻ ഇരുന്നു. വതാഫത് ബിയൽ അക്വാനു മിൻ കുല്ലി ജാനിബി ഫസിർതു ലഹാ അഹ്ലൻ ബിതഹ്ഖീഖി നിസ്ബതി. വതാഫത് ബിയൽ അക്വാനു, എല്ലാ പ്രപഞ്ചങ്ങളും എന്നെ തവാഫ് ചെയ്തു. മിൻ കുല്ലി ജാനിബി, എല്ലാ ഭാഗത്തു നിന്നും, അഷ്ടദിക്കുകളിൽ നിന്നും എല്ലാ പ്രപഞ്ചങ്ങളും എന്നെ തവാഫ് ചെയ്തു. കാരണം ഞാൻ അള്ളാഹുവിന്റെ ബൈത്താണ്, അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹുവിന്റെ ഭവനത്തെയാണല്ലോ എല്ലാം തവാഫ് ചെയ്യുന്നത്. ഫസിർതു ലഹാ അഹ്ലൻ ബിതഹ്ഖീഖി നിസ്ബതി, നീ സംശയിക്കണ്ട. ഫസിർതു ലഹാ അഹ്ല, ഞാൻ അതിന് യോഗ്യനായിരിക്കുന്നു, അർഹനായിരിക്കുന്നു. ഈ എല്ലാ പ്രപഞ്ചങ്ങളും എന്നെ തവാഫ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ബൈത്തായി അള്ളാഹ് അതിന് അർഹനായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ആരും സംശയിക്കണ്ട. ബിത്തഹ്ഖീഖി നിസ്ബതി,
അല്ലാഹുവും ഞാനും തമ്മിലുള്ള ബന്ധം അത്രയും സുദൃഢമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രപഞ്ചങ്ങളും എന്നെ തവാഫ് ചെയ്യുന്നു. വലി അലമുൻ ഫീ സറവത്തിൽ മജ്ദി ഖായിമു റഫീഉസ് സനാ തഅ്വീലഹു കുല്ലു ഉമ്മത്തി. ഫലി എനിക്കുണ്ട്, അലമുൻ കൊടിയുണ്ട്, ഫീ സർവത്തിൽ മജ്ദി മഹത്വത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എനിക്ക് കൊടിയുണ്ട്. ഖായിമുൻ അതാ കൊടി നിൽക്കുന്നു. മഹത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ ശിഖരത്തിലാണ്, ഉന്നത സ്ഥാനത്താണ് എന്റെ കൊടി നാട്ടപ്പെട്ടിട്ടുള്ളത്. റഫീഉസ് സനാ അത് ഏറ്റവും ഉയരത്തിലാണ് പാറിപ്പറക്കുന്നത്. തഅ്വീലഹു കുല്ലു ഉമ്മത്തി എല്ലാ സമുദായങ്ങളും എന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് പാറിപ്പറക്കുന്ന കൊടിക്ക് താഴെയാണ്, അവിടെയാണ് അഭയം പ്രാപിക്കുന്നത്. ഫലാ ഇൽമ ഇല്ലാ മിൻ ബിഹാരിൻ വറത്തുഹാ വലാ നഖല ഇല്ലാ മിൻ സഹീഹി റിവായത്തി. തങ്ങൾ ഉപ്പാപ്പ പറയുകയാണ്, ഫലാ ഇൽമ ഇൽമേ ഇല്ല, ഒരു ഇൽമുമില്ല തന്നെ, ഇല്ലാ മിൻ ബിഹാരിൻ വറത്തുഹാ ഞാൻ ചെന്ന അറിവിന്റെ ബഹറുകളിൽ പെട്ടതല്ലാത്ത ഒരറിവും ഇല്ല. അറിവിന്റെ എല്ലാ ബഹറുകളും ഞാൻ കുടിച്ചിരിക്കുന്നു, അറിവിന്റെ എല്ലാ ബഹറുകളും ഞാൻ നീന്തിക്കടന്നിരിക്കുന്നു, ഞാൻ ചെല്ലാത്ത ഒരറിവുമില്ല. വലാ നഖല ഇല്ലാ മിൻ സഹീഹി റിവായത്തി എന്റെ സഹീഹായ റിപ്പോർട്ടല്ലാതെ, റിവായത്തല്ലാതെ മറ്റൊരു നഖലും ഇല്ല, മറ്റൊരറിവും ഇല്ല. എല്ലാ അറിവുകളും എല്ലാ ശരിയായ റിപ്പോർട്ടുകളും എല്ലാം ഞാൻ പഠിച്ചതാണ്, ഞാൻ അറിഞ്ഞതാണ്, ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അലദ്ദുറത്തിൽ ബൈളാഇ കാന ഇജ്തിമാഉനാ വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഉൽ അഹിബ്ബതി. എന്റെ സ്ഥാനം എവിടെയാണെന്നറിയുമോ? അലദ്ദുറത്തിൽ ബൈളാ ഏറ്റവും ഉന്നതമായ മഖാമാണ് അദ്ദുറത്തുൽ ബൈളാ. അദ്ദുറത്തുൽ ബൈളാ എന്ന് പറയുന്നത് സൂഫിയാക്കളുടെ ഭാഷയിൽ ഹിനായത്തുൻ അനിൻ നൂരിൽ മുഹമ്മദി അല്ലദീ ഹുവ അവ്വലു ഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയാണല്ലോ അന്നൂറുൽ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ പ്രകാശം. ആ പ്രകാശത്തിന്റെ ഉന്നതിയിലാണ്, അവിടെയാണ് കാനജ്തിമാഉന നമ്മുടെ സംഗമസ്ഥാനം, അവിടെയാണ്. ഇതിന്റെ എല്ലാം സംഗമിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ നൂറിന്റെ അടുത്താണ്. വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഉൽ അഹിബ്ബതി അല്ലാഹുവിന്റെ ഹബീബുകളുടെ എല്ലാ സംഗമസ്ഥാനമാണ് ഖാബ ഖൗസൈനി മഖാം. ഖാബ ഖൗസൈനി ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തിരുന്ന ഖാബ ഖൗസൈനി മഖാം, അവിടെയാണ് അല്ലാഹുവിന്റെ എല്ലാ അഹിബ്ബത്തും സംഗമിക്കുന്നത്, അവിടെയാണ് നമ്മുടെ സംഗമസ്ഥാനം എന്ന് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ വളരെ വ്യക്തമായി പറയുന്നു. എന്നിട്ട് പാപ്പ പറയുകയാണ്, ഫഅയൻതു ഇസ്റാഫീല വല്ലൗഹ വൽജിളാ വശാഹദ്തു അൻവാറൽ ജലാലി ബിനദ്റതി. ഫഅയൻതു ഞാൻ ദർശിച്ചിരിക്കുന്നു. ആരെ? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടിരിക്കുന്നു. ഏത് നിമിഷവും ലോകാവസാനത്തിന്റെ ഊത്തൂതാൻ വേണ്ടി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, സൂറന്ന കാഹളം പിടിച്ചു കൊണ്ടിരിക്കുന്ന
അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാതോർത്തുകൊണ്ടിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ നേരിട്ട് ദർശിച്ചിരിക്കുന്നു. വല്ലൗഹൽ മഹ്ഫൂദ് കണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ എല്ലാ തൃപ്തിയും എനിക്ക് ലഭിച്ചിരിക്കുന്നു. വശാഹത്തു അൻവാറൽ ജലാലി ബിനദ്റതി, അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ പ്രകാശങ്ങളെ എൻ്റെ നോട്ടം കൊണ്ട് തന്നെ ഞാൻ ദർശിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശങ്ങളെയെല്ലാം ഞാൻ ദർശിച്ചിരിക്കുന്നു. മാത്രമല്ല വശാഹത്തു മാ ഫൗഖ സമാവാതി കുല്ലിഹാ ഖദൽ അർശു വൽ കുർസിയു ഫീ ത്വയ്യി ഖബ്ലതി. വശാഹത്തു ഞാൻ ദർശിച്ചിരിക്കുന്നു മാ ഫൗഖ സമാവാതി കുല്ലിഹാ, എല്ലാ ആകാശങ്ങൾക്ക് മുകളിലുള്ള എല്ലാ സംഭവങ്ങളെയും എല്ലാ കാര്യങ്ങളെയും ഞാൻ ദർശിച്ചിരിക്കുന്നു. ഷാഹദ മുഷാഹദയിൽ നിന്ന് വന്ന വാക്കാണ് ഷാഹദ. എല്ലാം ഞാൻ ദർശിച്ചിരിക്കുന്നു. എന്നിട്ട് ഉപ്പാപ്പ പറയുകയാണ് ഖദൽ അർശു വൽ കുർസിയു ഫീ ത്വയ്യി ഖബ്ലതി. ഇപ്രകാരം തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അർശും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർസിയും ഫീ ത്വയ്യി ഖബ്ലതി, എൻ്റെ കൈപ്പിടിയിലാകുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അർശിലും അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ കുർസിയിലും അവിടെയെല്ലാം എനിക്ക് സ്വാധീനമുണ്ട്. അതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് കനിഞ്ഞരുളുകി തന്നതാകുന്നു, എൻ്റെ ഖബലത്തിലാകുന്നു. ഫകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖതൻ വഅഖ്താബുഹാ മിൻ തഹതി ഹുക്മി വത്വാഅതി. നോക്കൂ ഔസുല്ലാദൻ തങ്ങളുപ്പാപ്പയുടെ ഈ വാക്കുകൾ എന്തുമാത്രം ആഴത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഉപ്പാപ്പയുടെ വാക്കുകൾ വകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖതൻ, അല്ലാഹുവിന്റെ എല്ലാ ഭൂമികളും അല്ലാഹുവിന്റെ എല്ലാ നാടുകളും ശരിക്കും എൻ്റെ ഉടമസ്ഥതയിലാണ്. അതിൻ്റെ എല്ലാം മാലിക് ഞാനാണ്, അതിൻ്റെ എല്ലാം മുതലാളി ഞാനാണ്, അതെല്ലാം എൻ്റെ ഭൂമിയാണ്. വഅഖ്താബുഹാ, അള്ളാഹുവിന്റെ ഈ ഭൂമിയിലുള്ള എല്ലാ നാടുകളിലും ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഖുതുബുകൾ മിൻ തഹ്തി ഹുക്മി വതഅതി, എന്നെ അനുസരിച്ച് കൊണ്ട് എൻ്റെ വിധിക്ക് അടിയിലായിട്ട് എൻ്റെ കൽപ്പനക്ക് അനുസരിച്ച് കൊണ്ടാണ് എല്ലാ ഖുതുബീങ്ങളും ജീവിക്കുന്നത്. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു വജൂദി സറാഫി സിർരിൽ ഹഖീഖതി വമർതബതി ഫാഖത് അലാ കുല്ലി റുത്ബതി. വജൂദി എൻ്റെ ഉണ്മ, സറാ അത് സഞ്ചരിക്കുന്നു, അത് സഞ്ചരിച്ചിരിക്കുന്നു, ഫീ സിർരിൽ ഹഖീഖതി, ഹഖീഖത്തിന്റെ രഹസ്യത്തിന്റെയും രഹസ്യത്തിന്റെ ഉള്ളിൽ എൻ്റെ രഹസ്യം സഞ്ചരിച്ചിരിക്കുന്നു. ഇതിന്റെ ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കാർക്കും അല്ലാഹു തന്നിട്ടില്ല. വമർതബതി ഫാഖത് അലാ കുല്ലി റുത്ബതി, വമർതബതി എൻ്റെ സ്ഥാനം, ഫാഖത്ത് അത് ഉയർന്നിരിക്കുന്നു, അലാ കുല്ലി റുത്ബതി എല്ലാ സ്ഥാനങ്ങൾക്കും മുകളിലാണ് എൻ്റെ സ്ഥാനം. എന്നിട്ട് ഗൗസുല്ലാദൻ തങ്ങളുപ്പാപ്പ പറയുകയാണ് വദ്കിരി ജലൽ അബ്സാറ
بعد غشائها وأحيا فؤاد الصب بعد القطيعة وذكري എൻ്റെ ദിക്റ്, എന്നെ ഓർക്കൽ, എൻ്റെ പേര് വിളിക്കൽ, ജലൽ അബ്സ്വാറ, അത് കണ്ണുകൾക്ക് വെളിച്ചമേകുന്നതാണ്. ബഅദ ഗശായിഹാ, കണ്ണുകൾ അടഞ്ഞതിന് ശേഷം കണ്ണ് തുറക്കാനുള്ള വഴി എന്നെ വിളിക്കലാണ്. അകക്കണ്ണ് അടഞ്ഞവർ അകക്കണ്ണ് തുറക്കാനുള്ള അതിൻ്റെ ചാവി, അതിൻ്റെ താക്കോൽ അത് എന്നെ ഓർക്കലാണ്, എന്നെ വിളിക്കലാണ്. വഅഹ്യാ ഫുആദ സ്വബ്ബി ബഅദൽ ഖതിയഅതി, എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് അത് അല്ലാഹുവിനെ പ്രേമിക്കുന്നവന്റെ ഹൃദയത്തിന് ജീവൻ നൽകുന്നതാണ്. ബഅദൽ ഖതിയഅതി, അതിനു മുമ്പ് ആ മനുഷ്യന് അല്ലാഹുവുമായി ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ ഓർത്താൽ, എന്നെ വിളിച്ചാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ നൽകുന്നതാണ്. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു, ഹഫിൽതു ജമീഅൽ ഇൽമി സിർതു തിറാസഹു, എല്ലാ അറിവുകളും ഞാൻ മനഃപ്പാഠമാക്കി. ആലോചിച്ചു നോക്കൂ, ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പയുടെ വാക്കാണ്. ഹഫിൽതു ജമീഅൽ ഇൽമി, എല്ലാ അറിവുകളും, എല്ലാ ഫന്നുകളും, എല്ലാം ഞാൻ ഹിഫ്ളാക്കി, മനഃപ്പാഠമാക്കി. സുറത്തു തിറാസഹു, അതിൻ്റെ എല്ലാം മേലെയായി, അതിൻ്റെ എല്ലാം ഇമാമായി എല്ലാം ഞാൻ നേടിയെടുത്തിരിക്കുന്നു. അലാ ഖിൽഅത്തി തശ്രീഫി ഫീ ഹുസ്നി ഖൽവതി, ഏറ്റവും ഉന്നതമായ രീതിയിൽ, ഏറ്റവും നല്ല ഖൽവത്തിൽ, ഏറ്റവും ശറഫാക്കപ്പെട്ട രീതിയിൽ തന്നെ എല്ലാ അറിവുകളും ഞാൻ മനഃപ്പാഠമാക്കിയിരിക്കുന്നു. ഖതഅതു ജമീഅൽ ഹുജ്ബി ലിൽ ഹുബ്ബി സാഇദാ വമാ സിൽതു അർഖാ സായിറൻ ബി മഹബ്ബതി. ഖതഅതു, ഞാൻ മുറിച്ചു കടന്നു, ജമീഅൽ ഹുജ്ബി, എല്ലാ മറകളെയും ഞാൻ കീറി മുറിച്ചു കടന്നു. അല്ലാഹു അക്ബർ. തങ്ങളുപ്പാപ്പയുടെ വാക്കുകൾ, അതിന്റെ ഗൗരവം എത്രയാണ്. ഖതഅതു ജമീഅൽ ഹുജ്ബി, എല്ലാ മറകളെയും ഞാൻ മുറിച്ചു കടന്നു. ലിൽ ഹുബ്ബി സാഇദാ, എല്ലാ മറകളെയും ഞാൻ മുറിച്ചു കടക്കുമ്പോ അല്ലാഹുവിന്റെ ഹുബ്ബിലേക്ക് ഞാൻ ഉയർന്നു പോവുകയാണ്. വമാ സിൽതു അർഖാ സായിറൻ ബി മഹബ്ബതി, അതിന്റെ തന്നെ ഒരു വിശദീകരണമാണ്. വമാ സിൽതു അർഖാ, ഞാൻ ഉയർന്നു കൊണ്ടേയിരുന്നു. സായിറൻ, സഞ്ചരിക്കുന്നവനായിക്കൊണ്ടിരുന്നു. ബി മഹബ്ബതി, അല്ലാഹുവിനോടുള്ള എൻ്റെ മഹബ്ബത്ത് കൊണ്ട് ഞാൻ ഉയരത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. തുടർന്ന് ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ പറയുന്നു, തജല്ലാ ലിയസ്സാഖി വഖാല ഇലയ്യ ഖും ഫഹാദാ ശറാബുൽ ഹുബ്ബി ഫീ ഹാനി ഹദ്റതി. അങ്ങനെ അല്ലാഹുവിന്റെ മഹബ്ബത്തിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അല്ലാഹുവിനെ കുടിപ്പിച്ച സാക്ഷാൽ അല്ലാഹു എനിക്ക് വെളിപ്പെട്ടു. അല്ലാഹുവിന്റെ തജല്ലിയുണ്ടായി. ഈ തജല്ലക്ക് നാം അർത്ഥം വെക്കേണ്ടത് സൂറത്തുൽ അറാഫിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹുവിന്റെ വെളിപാടുണ്ടായപ്പോൾ അല്ലാഹു പ്രയോഗിച്ച വാക്കാണ്. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റബ്ബിന്റെ തജല്ലി
തൂരി സീനാ മലയിൽ ഉണ്ടായപ്പോൾ, ലിൽ ജബലി എന്നാ പറഞ്ഞത്, ജബലിനാണ് തജല്ലി ഉണ്ടായത്. ജബലിന് താങ്ങാൻ കഴിയാതെ ജബല് പൊടിഞ്ഞു പോയി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മറിഞ്ഞു വീണു പോയി. ആ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹുവിന്റെ തജല്ലി ഉണ്ടായി. ആ തജല്ലയാണ് ഈ തജല്ല. എന്നിട്ടാണ് നമ്മൾ ഇതിനർത്ഥം പറയേണ്ടത്. തജല്ലാലിയ സാഖി, എനിക്ക് സാഖിയുടെ അള്ളാഹുവിനെ കുടിപ്പിച്ച ആ റബ്ബ് എനിക്ക് തജല്ലിയായി വെളിപ്പെട്ടു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇലയ്യഖും, ഇങ്ങോട്ട് വാ, എന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. ഫഹാദാ ശറാബുൽ ഹുബ്ബി ഫീ ഹാനി ഹദ്റതി, ഇതാണ് എൻ്റെ പരിശുദ്ധമായ ഹദ്റത്തിലുള്ള പരിശുദ്ധമായ പാനീയം, ഇതാണ് ഞാനാകുന്ന പാനീയം എന്ന് അള്ളാഹു എനിക്ക് അള്ളാഹുവിനെ കുടിപ്പിച്ചു തന്നു. തഖദ്ദം വലാ തഖ്ശാ കശഫ്നാ ഹിജാബനാ തമല്ലാ ബിഹാനി വ ശറാബി വ റുയതി. അള്ളാഹു തങ്ങൾ ഉപ്പാപ്പയോട് പറയുകയാണ്, തഖദ്ദം, നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങൾ മുന്നോട്ട് പോവുക. വലാ തഖ്ശ, ഒന്നും ഭയപ്പെടേണ്ടതില്ല. എത്ര വ്യക്തമായാണ് അള്ളാഹുവും ഗൗസുല്ലാദും തങ്ങളും പാപ്പയും തമ്മിലുള്ള സംഭാഷണം വിവരിക്കുന്നത്. തഖദ്ദം വലാ തഖ്ശ കശഫ്നാ ഹിജാബനാ, എല്ലാ മറകളെയും നാം നീക്കിയിരിക്കുന്നു, എല്ലാ മറകളെയും നാം നീക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തമല്ലാ ബിഹാനി വശറാബി വറുയതി, എന്നെ കണ്ടുകൊണ്ട് എന്നെ കുടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ഹദ്റത്തിൽ നിങ്ങൾ ജീവിക്കുക. ശതഹ്തു ബിഹാ ശർഖൻ വഗർബൻ വഖിബ്ലതൻ വബറൻ വബഹ്റൻ മിൻ നഫായിസി ഖംറതി. അല്ലാഹുവിനോടുള്ള പരിശുദ്ധമായ മഹബ്ബത്ത് കൊണ്ട് ഞാൻ കിഴക്കും പടിഞ്ഞാറും സഞ്ചരിച്ചിരിക്കുന്നു, ഖിബ്ലയിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു, എല്ലാ ബർറും ബഹറും ഞാൻ സഞ്ചരിച്ചിരിക്കുന്നു. മിൻ നഫായിസി ഖംറതി, ഇതെല്ലാം അല്ലാഹുവിനോടുള്ള പരിശുദ്ധമായ മഹബ്ബത്ത് കൊണ്ടാണ് എനിക്കുണ്ടായത്. പിന്നീട് ഗൗസുൽ ആദം തങ്ങൾ പാപ്പ പറയുകയാണ്, വലാഹത് ലിയൽ അസ്റാറു മിൻ കുല്ലി ജാനിബി വബാനത് ലിയൽ അൻവാറു മിൻ കുല്ലി വിജ്ഹതി. വലാഹത് ലിയൽ അസ്റാറു, എനിക്ക് എല്ലാ രഹസ്യങ്ങളും വെളിപ്പെട്ടു. മിൻ കുല്ലി ജാനിബി, എല്ലാ ഭാഗത്തു നിന്നും എല്ലാ രഹസ്യങ്ങളും എനിക്ക് വെളിപ്പെട്ട് കിട്ടി. വബാനത് ലിയൽ അൻവാറു മിൻ കുല്ലി വിജ്ഹതി, എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് പ്രകാശങ്ങൾ വന്നുകൊണ്ട് എന്നെ പൊതിഞ്ഞിരിക്കുന്നു. എനിക്ക് എല്ലാ ഭാഗത്തു നിന്നും പ്രകാശങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. വശാഹത്തു മഅനൻ ലൗ ബദാ കശ്ഫു സിർരിഹി ലിസുമ്മിൽ ജിബാലിർ റാസിയാതി ലദുക്കതി. ഗൗസുൽ ആദം തങ്ങൾ പാപ്പ അവിടുത്തെ ജലാലിയത്തിന്റെ കടുപ്പം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. വശാഹത്തു മഅന, ഞാനൊരു മഅനയെ ദർശിച്ചിരിക്കുന്നു. ലൗ ബദാ കശ്ഫു സിർരിഹി, ആ മഅനയുടെ അതിൻ്റെ രഹസ്യമെങ്ങാനും വെളിപ്പെട്ടാൽ, എന്തിന് വെളിപ്പെട്ടാൽ, ലിസുമ്മിൽ ജിബാലിർ റാസിയാതി, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളില്ലേ, അതിനെങ്ങാനും ആ രഹസ്യം വെളിപ്പെട്ടാൽ ലദുക്കതി, ആ പർവ്വതം പൊടിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ
ഉയർന്നു നിൽക്കുന്ന അതിശക്തമായ പർവ്വതങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വലിയ രഹസ്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഏറ്റവും ശക്തമായ പർവ്വതങ്ങൾക്ക് പോലും ആ രഹസ്യത്തെ കണ്ട് താങ്ങി നിൽക്കാൻ കഴിയുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ പാപയുടെ ജലാലിയത്തിന്റെ പവറാണ് വിശദീകരിക്കുന്നത്. ومطلع شمس الأفق ثم مغيبها وقطار أرض الله في الحال خطوتي. തങ്ങൾ പാപ വളരെ വ്യക്തമായി പറയുന്നു, ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും എന്തിന് അള്ളാഹുവിന്റെ ഭൂമി മുഴുവൻ ഫിൽ ഹാലി ഖത്വതി, എനിക്കൊരു ചുവട് വെക്കാനേയുള്ളൂ, എനിക്കൊരടി വെക്കാനേയുള്ളൂ അല്ലാഹുവിന്റെ ഭൂമി മുഴുവൻ. മാത്രമല്ല ഉഖല്ലിബുഹാ ഫീ റാഹതി കൗഖറതി അതൂഫു ബിഹാ ജംഅൻ അലാ തൂലി ലംഹതി. അല്ലാഹുവിന്റെ ഭൂമി മുഴുവൻ എൻ്റെ ഉള്ളൻ കയ്യിലാണ്. എൻ്റെ ഉള്ളം കയ്യിൽ എടുക്കാൻ മാത്രമാണ് ഭൂമി മുഴുവനുള്ളത്. അതൂഫു ബിഹാ ജംഅൻ അലാ തൂലി ലംഹതി, ഒരു കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട്, നിമിഷാർദ്ധം കൊണ്ട് അള്ളാഹുവിന്റെ ഭൂമി മുഴുവൻ ഞാൻ തവാഫ് ചെയ്തു വരുന്നതാണ്. മുഹിയുദ്ദീൻ മാല നാം പാടുക. ഭൂമി ഓരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി ആദോക്കെയും ഒരു ചൂവടെന്നോവർ. തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ ഈ വരികളെയാണ് ഖാദി മുഹമ്മദ് തങ്ങളുപ്പാപ്പ അവിടുത്തെ ഈ 2 വരികളിലായി വിശദീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഗൗസുൽ തങ്ങളുപ്പാപ്പ വളരെ വ്യക്തമായി പറയുന്നു, അന ഖുതുബു അഖ്താബിൽ വുജൂദി ഹഖീഖതൻ. നാം ഇത്ര നേരം ഗൗസുൽ തങ്ങളുപ്പാപ്പ അവിടുത്തെ സ്വന്തത്തെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടത്. ഇതെല്ലാം വിശദീകരിച്ച് ഉപ്പാപ്പ പറയുകയാണ്, അന ഖുതുബുൽ അഖ്താബിൽ വുജൂദി ഹഖീഖതൻ. ഈ വുജൂദിന്റെ, ഈ ഉണ്മയുടെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ജീവജാലങ്ങളുടെ എല്ലാം യഥാർത്ഥ ഖുതുബുൽ അഖ്താബ് ഞാനാണ്. ഹഖീഖതൻ അലാ സായിരിൽ അഖ്താബി ഖൗലി വഹുർമതി. അള്ളാഹുവിന്റെ മറ്റു ഖുതുബുകളുണ്ടല്ലോ, അവർക്കെല്ലാം എൻ്റെ വാക്ക് ബാധകമാണ്. അവരെല്ലാം ഞാൻ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. കാരണം ഈ ഉണ്മയുടെ ഖുതുബുൽ അഖ്താബ് ഞാനാകുന്നു, അതൊരു പരമസത്യമാകുന്നു. തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വശിദ്ദതി ഉഗീസുക ഫിൽ അശ്യായി തുറം ബിഹിമ്മതി. തവസ്സൽ ബിനാ, അതുകൊണ്ട് ഗൗസുല്ലാഹി തങ്ങൾ പാപ്പ പറയുന്നു, നമ്മളെ കൊണ്ട് തവസ്സുൽ ചെയ്യൂ, എന്നെ കൊണ്ട് നിങ്ങൾ തവസ്സുൽ ചെയ്യൂ. ഫീ കുല്ലി ഹൗലിൻ വശിദ്ദതി, എല്ലാ പ്രയാസത്തിലും എല്ലാ ബുദ്ധിമുട്ടിലും എന്നെ പിടിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് നിങ്ങൾ തവസ്സുൽ ചെയ്യൂ. ഉഗീസുക ഫിൽ അശ്യായി തുറം ബിഹിമ്മതി, എല്ലാ വസ്തുക്കളിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഉഗീസുക, നിങ്ങളെ ഞാൻ സഹായിക്കും. ബിഹിമ്മതി, എൻ്റെ ഹിമ്മത്ത് കൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നതാണ് എന്ന് ഗൗസുല്ലാഹി തങ്ങൾ പാപ്പ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു. എന്നിട്ട് പാപ്പ പറയുന്നു, അനാലി മുരീദി ഹാഫിളും മാ യഖാഫുഹു വഅഹ്റുസുഹു മിൻ കുല്ലി
ശർരിൻ വഫിത്നതി അനാ ഞാൻ ലിമുരീദി എൻ്റെ മുരീദിന് ഹാഫിളുൻ സൂക്ഷിക്കുന്നവനാണ്, മായ ഖാഫുഹു അവനേതെല്ലാം കാര്യങ്ങൾ ഭയപ്പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ എൻ്റെ മുരീദിനെ സൂക്ഷിക്കുന്നതാണ്, കാക്കുന്നതാണ്, രക്ഷിക്കുന്നതാണ്. വഅഹ്റുസുഹു ഞാൻ അവനെ കാക്കും, മിൻ കുല്ലി ശർരിൻ വഫിത്നതി എല്ലാ ഷറിൽ നിന്നും എല്ലാ ഫിത്നയിൽ നിന്നും എൻ്റെ മുരീദിനെ ഞാൻ കാക്കുന്നതാണ് എന്ന് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ വാക്കാണ്. മുരീദിയ ഇസ്മാ കാന ശർഖൻ വമഗ്രിബാ ഉഗ്സ്ഹു ഇസ്മാ സാറ ഫീ അയ്യി ബൽദതി എൻ്റെ മുരീദ് ഇസ്മാ കാന ശർഖൻ വമഗ്രിബാ മുരീദ് കിഴക്കോ പടിഞ്ഞാറോ വടക്കോ തെക്കോ അഷ്ടദിക്കിൽ എവിടെയും ആവട്ടെ, ഉഗ്സ്ഹു ഞാൻ അവനെ സഹായിക്കുന്നതാണ്. ഇദാ മാ സാറ ഫീ അയ്യി ബൽദതി ഏത് നാട്ടിൽ എൻ്റെ മുരീദ് സഞ്ചരിച്ചാലും എവിടെയാണെങ്കിലും എൻ്റെ മുരീദിനെ ഞാൻ സഹായിക്കുമെന്നത് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ വാക്കാണ്. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു, ഫയാ മുൻഷിദൽ ലിന്നൽമി ഖുൽ ഹുവ ലാ തഖഫ് ഫഇന്നക മഹ്റൂസുൻ ബിഐനിൽ ഇനായതി എന്നെ പറ്റി മദഹിന്റെ ഗാനം എഴുതുന്നവനെ, എന്നെ പുകഴ്ത്തുന്നവനെ, ഖുൽ ഹു നിനക്ക് തോന്നിയതെല്ലാം എഴുതിക്കോ, പറഞ്ഞോ, വലാ തഖഫ് നീ ഒന്നും ഭയപ്പെടേണ്ടതില്ല, ഫഇന്നക മഹ്റൂസുൻ ബിഐനിൽ ഇനായതി അല്ലാഹുവിന്റെ പ്രത്യേകമായ നോട്ടം കൊണ്ട് നിനക്ക് കാവലിടപ്പെട്ടിട്ടുണ്ട്, നീ കാവലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്നെപ്പറ്റി നിനക്ക് പറയാവുന്ന എല്ലാ മദ്ഹുകളും പറഞ്ഞോ, നീ ഒരിക്കലും ഒന്നും ഭയപ്പെടേണ്ടതില്ല. വകുൻ ഖാദിരിയൽ വഖതി ലില്ലാഹി മുഖ്ലിസാ തഈഷു സഈദൻ സ്വാദിഖൻ ബി മഹബ്ബതി ഈ പരിശുദ്ധമായ വചനങ്ങൾ അവസാനമായി തങ്ങൾ പാപ്പ പറയുകയാണ്, വകുൻ ഖാദിരിയൽ വഖതി ലില്ലാഹി മുഖ്ലിസാ നീ അല്ലാഹുവിന് വേണ്ടി മുഖ്ലിസായി ഇഖ്ലാസോടുകൂടെ ഒരു ഖാദിരിയ തരീഖത്തുകാരനായി ജീവിക്കുക. അല്ലാഹു അക്ബർ. ഇത്രയും നീട്ടിപ്പരത്തി എന്തെല്ലാം 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 കാര്യങ്ങൾ നിങ്ങൾ പാപ്പ അവിടുത്തെ സ്വന്തം സ്ഥാനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് അവസാനം മുരീദിനോട് പറയുന്നു, വകുൻ ഖാദിരിയൽ വഖ്തി ലില്ലാഹി മുഖ്ലിസാ നീ അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ യഥാർത്ഥ ഖാദിരിയ തരീഖത്തുകാരനായി ജീവിക്കുക. എന്നാൽ തഈഷു സഈദൻ സ്വാദിഖൻ ബി മഹബ്ബതി എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സത്യസന്ധനായി വിജയിയായി നിനക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നാം നിലകൊള്ളുന്ന പരിശുദ്ധമായ ഖാദിരിയ തരീഖത്തിനെ കുറിച്ച് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയെ കുറിച്ചാണ് ഇത്ര നേരം നാം പറഞ്ഞത്. ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മദഹുകൾ, അവരുടെ ശ്രേഷ്ഠത ഒരിക്കലും പറഞ്ഞാൽ തീരുകയില്ല. കാരണം അത്രയും വലിയ ദിക്റാണ് ആ മനുഷ്യന് കിട്ടിയത്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഏറ്റവും അടുത്ത മുരീദാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ആ മുരീദിന്റെ ശ്രേഷ്ഠത തന്നെ പറഞ്ഞാൽ തീരുകയില്ല. പിന്നെ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ശ്രേഷ്ഠത അത് പറയേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ ഇതുവരെ ആർക്കെങ്കിലും, പിന്നീട് ഈ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും ഈ ദിക്ർ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ഈ ദിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഈ ദിക്ർ കിട്ടിയവർ നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുമായി, ഉപ്പാപ്പ സ്ഥാപിച്ച മജ്ലിസുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി
രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. അമീൻ. അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാദിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.